ലാവണ്യ എഞ്ചിനീയറിംഗ്. എൻ്റെ പേര് ഭാസ്കരൻ. 25 കൊല്ലമായി. ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ പഠിച്ചു. നേരെ ഗൾഫ് പോയി. സൗദിയ, ദുബായ്, മസ്കറ്റ് ആ വഴിക്കൊക്കെ വർക്ക് ചെയ്തു. തിരിച്ച് 2000 തുടങ്ങി. അതായത് മുമ്പുണ്ടായിരുന്നു, കടപടെ ഏൽപ്പിച്ചു പോയത്. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ദുബായിൽ നിന്ന് ട്രാൻസ്ഫർ ഇതായി നാട്ടില് സ്ഥിരമായി ഇപ്പൊ തുടങ്ങി. 2002 തുടങ്ങി. ഇവിടെ ചെയ്തിരിക്കുന്നത് ഗേറ്റ്, ഗ്രില്ല്, റോളിംഗ് ഷട്ടർ, പിന്നെ കൊലാപ്സിബിൾ ഗേറ്റ്, പിന്നെ തെങ്ങിന്റെ കൊട്ട, പിന്നെ കുരുമുളക് ഇറക്കണ കോണി, അങ്ങനെയൊന്നുമില്ല. ഗ്യാസ് സിലിണ്ടറിന്റെ ഗ്യാസ് ഷേപ്റ്റിക്കുള്ള ഗ്രില്ല്, അങ്ങനെ എല്ലാ വർക്കും ചെയ്യും. എല്ലാം ഗ്യാരണ്ടിയോട് കൂടെ ചെയ്തു കൊടുക്കും. ഷീറ്റ് വർക്ക് എല്ലാം ചെയ്യും. മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ആംഗിളാണ്, ഇരുമ്പൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പൊ എല്ലാം മെഷീനറി വന്നു. ഇപ്പൊ ടോട്ടൽ പൈപ്പാണ്. എല്ലാ ഗ്രില്ല് വർക്ക് എല്ലാ കാര്യങ്ങളും പൈപ്പാണ്. ടോട്ടലി എല്ലാം പൈപ്പാണ്. മുമ്പേ അങ്ങനെയല്ലായിരുന്നു, മൊത്തം കട്ടിങ്ങും കാര്യങ്ങളും വർക്കേഴ്സ് കൂടുതൽ വെക്കണം. ഇപ്പൊ എല്ലാം കൊണ്ട് ഈസിയാണ് വർക്ക് ചെയ്യാൻ, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാ വർക്കും അറിയാം. ഇപ്പൊ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ്, ദൂരമുള്ളവരൊന്നുമല്ല. ഒക്കെ കിഴൂര്, മുരിക്കമ്പറ്റ, പിന്നെ ഒറ്റപ്പാലം, അങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലത്തുള്ളവരാ. ഒക്കെ അടുത്തടുത്ത് തന്നെ, ജാസ്തി ദൂരമൊന്നുമില്ല. എന്താ വ്യത്യാസം പറഞ്ഞാൽ, ഗൾഫിലാകുമ്പോൾ ജീവിക്കാൻ കുറച്ച് നമ്മുടെ കുടുംബത്തെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ജീവിക്കാനൊക്കെ സുഖമാണ്, അടിപൊളിയാണ് ഗൾഫ് ജീവിതം. നമ്മൾ 10, 15, 20 കൊല്ലത്തോളം ഗൾഫ് ജീവിതം ജീവിച്ച ആളാണ്. സുഖമായിരുന്നു എല്ലാ സ്ഥലത്തും. ഇല്ല, അവിടുത്തെ വർക്കും ഇവിടുത്തായിട്ടും വ്യത്യാസമുണ്ട്. അവിടെ ചെയ്യുന്ന വർക്കൊക്കെ ഐബീം, ചാനല്, അങ്ങനത്തെ ടൈപ്പാണ്. പൈപ്പേ ഉള്ളൂ, ഇരുമ്പിലെ വർക്ക് കുറവാണ്. ഒക്കെ ഹെവി വർക്കാണ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പം ഞാനൊക്കെ വർക്ക് പഠിച്ചതിന് ശേഷമൊക്കെ സൂപ്പർവൈസറായി അവിടെ തന്നെ മാനേജ്മെന്റ് ചെയ്ത് അവിടെ തന്നെ. ഡ്രസ് വർക്ക് ഇപ്പോൾ ഒരു ഡ്രസ് വർക്കാന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുകളിൽ കയറി 2 ഭാഗം അളക്കും, എത്ര അളവ് നോക്കും, എന്നിട്ട് അത് കൂട്ടും ചെയ്യും. സ്ക്വയർ ഫീറ്റ് കണക്കൂട്ടും. 2 ഭാഗവും 4 ഭാഗവും 3 അടി തള്ളിച്ച കൊടുക്കും. തള്ളിച്ച കൊടുത്തിട്ടാണ് അളവെടുക്കുക, എന്നിട്ടാണ് സ്ക്വയർ ഫീറ്റ് പറയുക. അങ്ങനെയൊക്കെയാണ്. സെൻറ്റർ സൈഡ് ഇപ്പോൾ 6 അടി ഉള്ള സെൻറ്റർ വന്നിട്ട് 13 അടിയോളം ഉയരണ്ടാവും. 4 മൂലമേയും സ്ട്രോങ് ചെയ്യാൻ നമ്മൾ ആങ്കർ ബോൾട്ട് ചെയ്യും. രണ്ടാമത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്യും. ബീം ബോക്സ് വെച്ച് കോൺക്രീറ്റ് ചെയ്യും പോസ്റ്റിന് മൊത്തം. കസ്റ്റമൈസ് പറയും, ചിലപ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റ് വാങ്ങിക്കോളാൻ പറയും. ചിലപ്പോൾ പാർട്ടി തന്നെ നമുക്ക് വാങ്ങിത്തരും, എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. പല ടൈപ്പിലും ചെയ്യാം. ചിലപ്പോൾ നമ്മളെ മൊത്തം ഏൽപ്പിച്ചും അവർ 2 ചെയ്യും, എല്ലാ വർക്കും ചെയ്യും. ഷീറ്റും ഡ്രസ് വർക്കും ടോട്ടലി വർക്കും ഫുള്ള് ബിൽഡിങ്ങുകൾ കാണിച്ചു തന്നാൽ മതി, ബാക്കി മൊത്തം വർക്ക് നമ്മൾ ചെയ്തു. വരുമ്പം 15 അല്ലെങ്കിൽ 20 അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പണി തീർത്തിരിക്കും. ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പണി തീർക്കും. കൂടുതലാകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ പിടിക്കുന്നു മാത്രം, അല്ലാതെ ഒന്നുമില്ല. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നെ. നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ആരും വന്ന് പറയില്ല, ചെയ്യില്ല. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടാവും. അതൊന്ന്. രണ്ടാമത് ആരും അങ്ങനെ എതിർത്ത് ചിലവരെ പറയുള്ളൂ. ഒരു 100-ൽ 10% ആൾക്കാരെ ഇത് പ്രവർത്തിക്കും. മറ്റവരൊക്കെ ഫുള്ള് ഫ്രീ ആണ്, കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ട് പഠിച്ചിരിക്കണല്ലേ, നമുക്കൊക്കെ അറിയാലോ. ഇത്ര കണക്ക്, ഇത്ര അളവ്, ഇത്ര സാധനം, ഇന്ന സാധനം. ഒരു സാധനം പോരാ, 1000 സ്ക്വയർ ഫീറ്റിന് എത്ര സാധനം, അതൊക്കെ നമ്മൾ ബൈഹാർട്ടാണ്. നമ്മുടെ എല്ലാ അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം സർവീസ് കൂടിയില്ലേ, 35 കൊല്ലം ഈ ഫീൽഡ് ഇറങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ എന്തത് വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും. ഫുള്ള് നമ്പർ 1 ആയി ചെയ്തു കൊടുക്കും. ഇപ്പോൾ ടോട്ടലി ഒരു 8 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ടോട്ടൽ മലയാളി. ഓരോ വർക്കേഴ്സും 15 കൊല്ലം 10 കൊല്ലം അങ്ങനത്തെ എക്സ്പീരിയൻസുമാരാണ് പണിക്കാർ മൊത്തം. ഒന്നൊന്നും വന്ന് നാളെ പോണവരല്ല, ഒക്കെ ഫുള്ള് എക്സ്പീരിയൻസ് പാർട്ടിക്കാരാണ്. ഫാമിലി, എൻ്റെ വൈഫ്, ഒരു മോള്. ഭാവിയിൽ ഇനി എന്താ വർക്കുണ്ട് ചെയ്യുക, സ്വസ്ഥനായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇതേ ഫീൽഡ് നല്ല ഗംഭീരമായി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. നന്നായി ചെയ്തു കൊടുക്കണം, വൃത്തിയായി ആൾക്കാരുടെ നിന്ന് പേര് മേടിക്കണം, അങ്ങനെയുള്ള ആഗ്രഹമുള്ളൂ. ഇല്ല, ഇത്ര കാലം ഒരു മെയിൻ്റെനൻസ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത വർക്ക് രണ്ടാമത് മെയിൻ്റെനൻസ് വരില്ല. മെയിൻ്റെനൻസ് ചെയ്തവരുണ്ട്, പണി ചെയ്തവരുടെ മെയിൻ്റെനൻസ് ചെയ്യാൻ പോക്കുണ്ട്. പക്ഷെ ഞാൻ അധികം പോക്കില്ല, മെയിൻ്റെനൻസിന് അധികം പോക്കില്ല. ഇത് കുരുമുളക് ഇറക്കുന്ന സാധനമാണ്. കുരുമുളക് ഇറക്കുക, തേങ്ങ ഇടാം, കോണിമാരിയാണ് സംഭവം.
ഇത് 20 അടിയുണ്ട്, 25 അടിയുണ്ട്, 30 അടിയുണ്ട്. മുമ്പിൽ ചാരിയ വീഴില്ല, അങ്ങനത്തെ സെറ്റപ്പാണ്. കണ്ടോ, ഈ റൗണ്ട് അടിച്ചിട്ടുണ്ടല്ലേ, ഈ റൗണ്ടിലാണ് ലോക്കാവും തെങ്ങില്. എന്നാ അങ്ങനെ അങ്ങോട്ട് ഇരുന്നോളും. എന്നിട്ട് സുഖമായി കയറാം. കുരുമുളകൊക്കെ സുഖമായി ഇറക്കാം. കുരുമുളക് ഇറക്കാനാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത്. എത്ര വീതം കുരുമുളക് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഇറക്കാം. ഇത് ലെങ്ത് കൂട്ടാൻ പറ്റും. പിന്നെ തോട്ടി ഉണ്ടാക്കും. പിന്നെ ഗ്യാസ് സിലിണ്ടറിന്റെ ഇതുണ്ടാക്കും. ഗ്യാസ് സിലിണ്ടർ ഇതിപ്പോ കിച്ചന്റെ ആണ്. അത് ഗ്യാസ് സിലിണ്ടറിന്റെ ആണ് ഇതുണ്ടാക്കിയത്. സിലിണ്ടർ 2 വെച്ച് ഉപയോഗിക്കാം, പുറത്ത് വെക്കാൻ പറ്റും. അങ്ങനെയുള്ള സെറ്റപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് ഇതിപ്പോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 കൊല്ലമായി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. സാമ്പിൾ ആദ്യം ഒന്ന് ഉണ്ടാക്കി, അത് കഴിഞ്ഞപ്പോ എല്ലാം സക്സസ് ആയി. തെങ്ങുമ്പ് കൊണ്ടേ കെട്ടി. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ നമ്മൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇപ്പൊ ടോട്ടല് ഒരു റിങ് വന്നിട്ട് 8 അടിയാണ്. ടോട്ടലി 8 അടി. 2 ഭാഗം ബോൾട്ടാണ്. തെങ്ങുമ്പരിക്കാണ് കൊണ്ടേ കയറ്റിയിട്ട് 2 കൂടെ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഡോറ് കണ്ടോ, ഡോറ്, ഈ ഡോറ് ഇങ്ങനെ അടച്ച തേങ്ങ മൊത്തം ഇതിലിരിക്കും. ഇതിന്റെ ടവർ ബോൾട്ട് കണ്ടോ, ഇതുകൊണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തേങ്ങ താഴെ വീഴുക ഒന്നുമില്ല. ഇതാണ് സംഭവം. ഇത് ലോക്ക് ചെയ്തു, ഇത്ര വേണ്ടു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ ഒന്നും പുറത്ത് വീഴില്ല. കംപ്ലീറ്റ് നമ്പർ 1 ആയിരിക്കും. വേറെ ചിലർ ഒറ്റപ്പുള്ളി വേണം പറയും, ഒരു സൈഡ്, 1 സൈഡ്. വേറെ വീട്ടുകൾക്ക് ഉപദ്രവം വരുന്നു പറഞ്ഞിട്ട് 1 സൈഡായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ചെയ്ത് കൊടുക്കും. പിന്നെ പാതി വില റൈറ്റേ വരുള്ളൂ. എപ്പോഴും ഫുൾ റൗണ്ടേ ചെയ്യുള്ളൂ. ഹാഫ് റൗണ്ട് ചെയ്യൽ കമ്മിയാണ്. എല്ലാവരും കെട്ടുമ്പോൾ ഫുൾ റൗണ്ട് കെട്ടുക ബെറ്റർ, നന്നായിരിക്കും. പിന്നെ തേങ്ങ പോയിന്നോ തേങ്ങ വീണുന്നോ ഒരു പ്രശ്നം, ഓൾറെഡി കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. നമ്പർ 1 ആയിരിക്കും പണി. ഓപ്പോസിറ്റ് പറഞ്ഞാൽ എത്ര തേങ്ങ ഒരു കൊട്ട ഫുള്ള് നിറഞ്ഞിരിക്കും, യാതൊരു കുഴപ്പമില്ല. എത്ര ഒരു 6 മാസമൊക്കെ ഇരിക്കും തേങ്ങ. ഇത് പെരിന്തൽമണ്ണ, ചെർപ്പളശ്ശേരി, പിന്നെ ഒറ്റപ്പാലം, ആലത്തൂര്, വടക്കാഞ്ചേരി, അങ്ങനെ ലോകം ഫുള്ള് അധിക ദൂരം കോഴിക്കോട്, അങ്ങനെ നിറയെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റപ്പാലം ലാവണ്യ എഞ്ചിനീയറിംഗ് ആണ് കടറ പേര്. ഇത് ഒറ്റപ്പാലത്ത് നിന്ന് വീട്ടാമ്പാറ പറഞ്ഞ സ്ഥലത്താണ് സ്ഥാപനം ഉള്ളത്.